അശോകൻ്റെ വേറെ പ്രത്യേകിച്ചാൽ അശോകന് സിനിമയിലെ സീനുകളിൽ പാട്ടുണ്ടെങ്കിൽ അശോകൻ്റെ മുഖം ഇങ്ങോട്ട് വികസിക്കും. കണ്ണൊന്ന് പുറത്തേക്ക് തള്ളും. സന്തോഷം. അതിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടാണ് അശോകൻ അഭിനയിക്കുന്നത്. ഇൻവോൾവ്മെൻറ്റ് വളരെ തീവ്രമാണ്, തീഷ്ണമാണ്. ഒരുപക്ഷെ പാട്ടിനോടുള്ള അടങ്ങാത്ത ഒരു ദാഹമായിരിക്കാം അശോകനെ അങ്ങനെ ഒരു രാസപരിണാമത്തിലൂടെ കടത്തിവിടുന്നു. അല്ല, ഈ സംഗീതം ഒരുപക്ഷെ എല്ലാവരും പറയുന്ന പോലെ സംഗീതം ഉള്ളതുകൊണ്ടായിരിക്കാം അഭിനയത്തിൽ എപ്പോഴെങ്കിലും ഇൻട്രസ്റ്റ് വന്നത്, അല്ലെ അങ്ങനെ ഇതിലേക്ക് ചാടി എടുത്തിട്ടത്, എറിയപ്പെട്ടത്, അല്ലെ വന്ന് പെട്ടത് വളരെ പ്രകടമാണ്. ഒരുപക്ഷെ ഒരു പ്രത്യേക പാട്ടുണ്ട്. ആ പാട്ട് ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റുന്ന പാട്ടല്ല. ഈ സിനിമയിലെ ആ കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ ചാരുത നൽകിയത് ഈ ഒരു ഗാനമാണ്. പക്ഷേ ഈ സിനിമ മൊത്തം നിൽക്കുന്നതിലൊരു വൺ ഓഫ് ദി പില്ലേഴ്സ് ഈ പാട്ടാണ്. പാട്ട് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട സിനിമ പാട്ട്. ഈ പാട്ട് അതിന് സീനുകളില്ലായിരുന്നെങ്കിൽ ആ സിനിമ ഇതുപോലെ മനസ്സിലേക്ക് കയറില്ലായിരുന്നു. കറക്റ്റാണ്. അല്ല, എനിക്ക് വേറെ ഒരു ഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസ് പാടിയ, ദാസേട്ടൻ പാടിയ പ്രധാനപ്പെട്ട പല പാട്ടുകളും എനിക്ക് സിനിമയിൽ പാടാൻ സാധിച്ചു, അഭിനയിച്ച് പാടാൻ സാധിച്ചു. കുറേ പാട്ട്, ഇപ്പോൾ ഇത് ഒരു ദളം, ഈ പാതിരാമഴ, അതുതന്നെ ഒരു മെയ് മാസപ്പുലരിലെ പാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ അങ്ങനെ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. നല്ല പാട്ടുകൾ കുറേ പാടാൻ പറ്റിയിട്ടുണ്ട്. സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് അശോക, നേരത്തെ പറഞ്ഞ പോലെ. ന്യൂ ജനറേഷൻ സിനിമകൾ, സിനിമയുടെ സങ്കേതങ്ങൾ മാറി, സിനിമയുടെ സ്വഭാവം മാറി, സിനിമാ നിർമ്മാണത്തിൻ്റെ സമവാക്യങ്ങൾ മാറി, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അശോകൻ മാത്രം മാറാതെ നിൽക്കുന്നു. പാറ പോലെ അല്ലേ? പാറ പോലെ ഉറച്ചു നിൽക്കുന്നത്, തല ഇങ്ങനെ വെച്ചോണ്ട് പൂവൻകോഴിയൊക്കെ നോക്കുന്നത് അല്ലേ? അതെ, പലരും പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഒരു പെടക്കോഴി കാണുന്ന പൂവൻകോഴി പോലെ. പെടക്കോഴി ഇഷ്ടമുണ്ടോ സംശയമാണ്. സിനിമകൾ ന്യൂ ജനറേഷൻ സിനിമ പണ്ട് പോലെയുണ്ട്. 1970 മുതൽ ന്യൂ ജനറേഷൻ സിനിമ തുടങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർ പറയുന്നുണ്ട് ന്യൂ ജനറേഷൻ സിനിമയാണ്. അതിപ്പോൾ ന്യൂ ജനറേഷൻ സിനിമയില്ലേ? പക്ഷേ ഇത് വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന സിനിമകൾ ധാരാളം അന്നും ഉണ്ടായിട്ടുണ്ട്. അന്ന് ചെമ്പരത്തി എന്ന് പറയുന്ന സിനിമ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് 1970 അങ്ങോട്ട് സിനിമയാണത്, ചെമ്പരത്തി. അന്നേരത്ത് രാഘവൻ, സുധീർ, നമ്മുടെ രാഘവേട്ടൻ മരിച്ചുപോയ സുധീറൊക്കെ അഭിനയിച്ച രണ്ട് പ്രധാന വേഷങ്ങൾ അഭിനയിച്ചാണ്. മധു സാറൊക്കെ അതിനകത്തുണ്ട്, പക്ഷേ ഇവരാണ് പ്രധാന വേഷം. ആ പടം അന്ന് PN മേനോൻ സാറ്, SK നായർ, PN മേനോൻ കൂട്ടുകെട്ട്. ഈ പടത്തിൽ പുതുമുഖങ്ങളാണ് ഹീറോസ് അന്ന് സാധാരണ ഒരു സിനിമയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ്. ഒരുപാട് പടം, ചായം, അതിനുശേഷം വന്ന ചായം, അതും പുതുമുഖങ്ങളെ വെച്ചെടുത്ത പടമാണ്. അപ്പോൾ എന്താ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു? എനിക്കറിയില്ല. അല്ല, ഇത് എല്ലാ വർഷവും അങ്ങനെ ഓരോ 5, 6, 10 വർഷമായിരിക്കും ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ സിനിമകൾ വരുന്നുണ്ട്, പുതുമുഖങ്ങളും ധാരാളം വരുന്നുണ്ട്. ഇപ്പം ഈ നവ സിനിമ തരംഗം എന്നൊക്കെ പറഞ്ഞു പറയുന്നത് വെറും ട്രാഷ് ആണല്ലേ, അസംബന്ധമാണ്. എനിക്കതിന് എന്താണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഈ ന്യൂ ജനറേഷൻ സിനിമ. അതിനകത്ത് എന്തെങ്കിലും എത്ര സിനിമയിൽ സ്ഥിരമായിട്ടൊരു കഥ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അന്നും ഇന്നും കാണുന്ന ഒരു കഥ, ഒരു ബേസ്, അല്ലെങ്കിൽ അതിനകത്തൊരു സത്തുള്ളത് പ്രേമം തന്നെയാണ്, വേറൊന്നുമില്ല. അതില്ലാതെ ഒരു സിനിമ ഇവിടെ ഇല്ലല്ലോ. അന്നത്തെ സിനിമയിലുണ്ട് പ്രേമം, അന്നുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും കുറച്ച് വേണ്ടാത്ത. അശോകന് ഈ പറഞ്ഞ ഈ തിയറികളോടൊന്നും യോജിപ്പില്ല? ഇല്ലെന്നോ? ഇല്ല. ഈ നവതരംഗം എന്നൊക്കെ പറഞ്ഞു, ഇതൊക്കെ നവതരംഗങ്ങളുണ്ട്, പക്ഷേ നമ്മൾ സിനിമയെ കാണുമ്പോൾ ഒരു കണ്ടന്റ് ഒന്ന് തന്നെയാണ്. എന്തെങ്കിലും കുറച്ച് ഡിക്ഷണറി ഇല്ലാത്ത കുറച്ച് പദങ്ങൾ പ്രയോഗിച്ചാൽ ഒരു പക്ഷേ ന്യൂ ജനറേഷൻ സിനിമയാവില്ലല്ലോ. ആകത്തില്ല. ഇല്ല. അന്നത്തെ സിനിമകളുണ്ട് അങ്ങനെ പറയാൻ. കുറച്ച് അസഭ്യമായ ചില ഡയലോഗുകളൊക്കെ പണ്ട് സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ഇല്ല, അതല്ലേ ഉദ്ദേശിക്കുന്നേ? എന്തിനങ്ങനെ പറയണത്? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പുതിയ ആൾക്കാർ അന്നും വരുന്ന പുതിയ സംവിധായകർ, നടന്മാരൊക്കെ ഇത്രയും സുലഭമായി വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അന്നത്തെ സാഹചര്യം വേറെ ആയത് കാരണം. ഇന്നൊരു സിനിമ ഷൂട്ടിംഗ് മുഴുക്കെ കേരളത്തിലെ മുഴുക്കെ. ഇന്ന് ഒരു സിനിമയിൽ ഒരാൾക്ക് അഭിനയിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ സിനിമകളൊക്കെ ഇപ്പം നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സോക്കോൾ ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ അശോകൻ്റെ അഭിപ്രായ പ്രകാരം ഒരു സോപ്പ് കുമള പോലെ ഇങ്ങനെ വന്ന് പൊട്ടി അങ്ങനെ പോവുകയാണ്. ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന പല സിനിമകളും മനുഷ്യർക്ക് അധികം കാലം മനസ്സിൽ പലതും നിൽക്കുന്നില്ല. കെട്ടുറപ്പുള്ള ഒരു കഥയോ കാര്യങ്ങളോ ഒരു സബ്ജക്റ്റോ പലതിനകത്തില്ല. മുമ്പുള്ള സിനിമയിൽ നമ്മൾ പ്രശസ്തരായ ഒരുപാട് നോവലിസ്റ്റുകൾ എഴുതിയ കഥകളുണ്ടായിരുന്നു.
ടെക്നിക്കലി അന്ന് സാങ്കേതികപരമായി അന്ന് ഇന്നത്തേക്കാൾ കുറച്ച് പുറമോട്ടായിരുന്നു അന്ന്. അതിൻ്റേതായ ചില പാകപ്പഴകൾ എന്ന് വേണം ഇന്ന് കണ്ടാൽ വേണേൽ പറയാം. പക്ഷേ എന്നാലും ശരി, ആ പടം ഇന്ന് കണ്ടാൽ മോശമെന്ന് പറയാൻ പറ്റില്ല. അത് പക്ഷേ ഈ ന്യൂ ജനറേഷൻ സിനിമകളിലെ ചേരുവകളിലേക്ക് അശോകൻ ചേരാത്തുകൊണ്ടുള്ള ഒരു വിഷമമല്ല. ഒരിക്കലും അല്ല. അല്ല അല്ല, ഞാൻ ന്യൂ ജനറേഷൻ സിനിമയിൽ വന്ന അങ്ങനെ ഉണ്ടെങ്കിൽ പെരുവഴിഞ്ഞവൽ എന്നൊരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ രൂപത്തിൽ വന്ന ഒരു സബ്ജക്റ്റ്, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഡിഫറൻ്റായ സബ്ജക്റ്റായിരുന്നു. പാട്ടില്ല, സ്റ്റണ്ടില്ല, ആട്ടം ചാട്ടം പിടിയൊന്നും ഇല്ലാത്തത്. ഞാൻ പുതിയ ആളാന്ന്. ഓക്കെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ന്യൂ ജനറേഷൻ സിനിമയുടെ ചേരുവയിലേക്ക് അശോകൻ വരുന്നില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ എന്താ അശോകൻ പ്രതികരിക്കുക? അല്ല, അത് അവരുടെ ഒരു അഭിപ്രായമായിരിക്കും. ഞാൻ ന്യൂ ജനറേഷൻ സിനിമയെ പലതും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പുതിയ ആൾക്കാർ മാത്രം അഭിനയിച്ചാൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയാൻ പറ്റില്ല.